നിങ്ങളുടെ വാഹനത്തിന് എത്ര വരെ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഇൻ കേസ് വേറൊരു EVSC വാങ്ങിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് പാകത്തിനുള്ളത് വാങ്ങിക്കാൻ നോക്കുക. ബേസിക്കലി 3.3 കിലോ വാട്ട് എന്ന് പറഞ്ഞ് വിൽക്കുന്ന 13 ആംപിയർ 16 ആംപിയറിന്റെ EVSCകളും അതല്ലെങ്കിൽ 7.2 കിലോ വാട്ട് 7.6 കിലോ വാട്ട് എന്ന് പറഞ്ഞ് വിൽക്കുന്ന 32 ആംപിയറിന്റെ EVSCകളും സിംഗിൾ ഫേസ് ആണ്. ബേസിക് ഹലോ എവരിവൺ, വെൽക്കം ടു EV ട്രിപ്സ് ആൻഡ് ടിപ്സ്. അപ്പോൾ നമ്മൾ EV ഹോം ചാർജിങ്ങിനെ പറ്റി EVSCയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പോൾ പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമൻറ്റ് കൊടുത്തേക്കാം. ആ ഒരു കമൻറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാർട്ട് 2 വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഓൾറെഡി EVSCയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിനകത്ത് ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയി എന്നുള്ളത് കൊണ്ടാണ് ഇതും കൂടെ കൂട്ടിച്ചേർക്കുന്നത്. ഓക്കെ, പുതിയതായി ഒരു EV വാങ്ങിക്കാൻ പോകുന്ന ഒരു EVSCയെ കുറിച്ച് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. മെയിൻ ആയിട്ടുള്ള സംഗതി, നിങ്ങൾക്ക് മിക്കവാറും എല്ലാ വാഹനത്തിനും EV വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് EVSC കിട്ടുന്നതായിരിക്കും. അത് ചിലപ്പോൾ 13 ആംപിയറിന്റെ ആവാം, ചിലപ്പോൾ 16 ആംപിയറിന്റെ ആയിരിക്കാം, ചിലപ്പോൾ 32 ആംപിയറിന്റെ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ വാഹനത്തിന്റെ കൂടെ കിട്ടുന്ന EVSC എന്തായാലും അതിന്റെ കൂടെ ഉപയോഗിക്കാൻ വെക്കുന്നതായിരിക്കും. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. എന്നിരുന്നാലും നിങ്ങളുടെ വാഹനത്തിന് എത്ര വരെ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഇൻ കേസ് വേറൊരു EVSC വാങ്ങിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് പാകത്തിനുള്ളത് വാങ്ങിക്കാൻ നോക്കുക. കാരണം അത്രയും നിങ്ങൾക്ക് ഉപയോഗമില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെങ്കിലും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ എത്രയാണോ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പവറെങ്കിലും വാഹനത്തിന് എടുക്കാൻ ശേഷിയുണ്ട് എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണഗതി കിട്ടുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ EVSCകളും 32 ആംപിയർ സിംഗിൾ ഫേസ് വർക്ക് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. സോ അങ്ങനെയുള്ള ഇത് കൂടുതൽ ഇതെല്ലാം അഡ്വർടൈസ് ചെയ്യുന്ന 7.2 കിലോ വാട്ട് എന്ന് പറഞ്ഞിട്ടാണ്. അത് വാഹനത്തിന്റെ ശേഷി വെച്ച് നോക്കുമ്പോൾ അത് ശരിയുമാണ്. കാര്യം വാഹനത്തിന്റെ ശേഷി ഈ 7.2 കിലോ വാട്ടോ അല്ലെങ്കിൽ 6.6 കിലോ വാട്ടോ ഒക്കെ ആയിരിക്കും. കാരണം അതിന് പവർ റേറ്റിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന EVSC എത്ര ആംപിയർ ആണ് എന്നുള്ളത് നോക്കി അതിന് പാകത്തിനുള്ളതാണോ എന്നുള്ളത് നോക്കുക. പിന്നെ പ്രധാനമായ മറ്റൊരു കാര്യം, പല വണ്ടികളും, അത് ഞാൻ മൂന്നാമത്തെ പോയിന്റോടെ പറയാം, നിങ്ങൾ ഉപയോഗം നോക്കുക. ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ഒരു EV 30 കിലോ വാട്ട് അവറിന്റെ ആണെന്ന് വിചാരിക്കുക. സോ നിങ്ങളുടെ വീട്ടിൽ ഒരു 13 ആംപിയറിന്റെ EVSC, വണ്ടിയുടെ കൂടെ കിട്ടുന്ന ഒരു 13 ആംപിയർ EVSC ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മണിക്കൂറോളം എല്ലാ ദിവസവും രാത്രി നിങ്ങൾ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നവരാണ്, അത്രയും സമയം കൊണ്ട് ചാർജ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 13 ആംപിയറിന്റെ EVSC ധാരാളം മതിയായിരിക്കും. എന്നാൽ രാത്രി 10 മണിക്കും 11 മണിക്കും ഒക്കെ വന്നിട്ട് രാവിലെ 6 മണിക്കോ 5 മണിക്കോ ഒക്കെ പോകുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അത് അത്രയും സമയം കൊണ്ട് ചാർജ് ചെയ്യാൻ മതിയാവില്ല എന്നുണ്ടാവും. അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് 7.2 കിലോ വാട്ടിന്റെ അല്ലെങ്കിൽ 32 ആംപിയറിന്റെ ഓൺബോർഡ് ചാർജർ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടിയ പവറിൻ്റെ അത് വെക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാത്ത ആൾക്കാർ, അല്ലെങ്കിൽ വളരെ റെയറായിട്ട് അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നവർ കൂടിയ പവറിന്റെ EVSC വാങ്ങിച്ചു വെക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ കൂടിയ കമ്പനിയുടെയൊക്കെ വാഹനങ്ങൾ വരും, ചിലപ്പോൾ 60 കിലോ വാട്ട് അവറിന്റെ കപ്പാസിറ്റി ഉള്ളതോ അല്ലെങ്കിൽ 90 കിലോ വാട്ട് അവറിന്റെ കപ്പാസിറ്റി ഉള്ള വാഹനങ്ങളെല്ലാം വരും. അങ്ങനെയുള്ള കേസസ് ഈ പറയുന്ന 3.3 കിലോ വാട്ടിന്റെ മീൻസ് 13 ആംപിയറിന്റെ അല്ലെങ്കിൽ 16 ആംപിയറിന്റെ EVSC ഒക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം കണ്ടിന്യൂസ് ചാർജ് ചെയ്താലേ ഫുൾ ആക്കാൻ നോക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, പ്രാക്ടിക്കലി പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവരോടും എനിക്ക് ബേസിക്കലി പറയാനുള്ളത്, നിങ്ങൾ അത്രയും ഡ്രെയിൻ ചെയ്ത് ഫുൾ ആക്കുന്ന സിറ്റുവേഷൻസ് വരാറുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. അതേപോലെ നിങ്ങളുടെ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി കെമിസ്ട്രി ഏതാണ് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ എന്നൊക്കെ ഉള്ളത് കൺസിഡർ ചെയ്തിട്ട് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുക. ഓക്കെ, നിങ്ങളുടെ വാഹനത്തിൽ 22 കിലോ വാട്ട്, അതായത് 3 ഫേസ് 32 ആംപിയറിന്റെ ഒരു EVSC വെച്ച് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സംവിധാനം ഉണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ 32 ആംപിയർ 7.2 കിലോ വാട്ടിന്റെ ഒരു ഈ ഓൺബോർഡ് ചാർജർ വാഹനത്തിൽ ഇരിക്കുന്നു എന്നതുകൊണ്ട് നിങ്ങളത് വാങ്ങിക്കേണ്ട അത്യാവശ്യമില്ല. ഓക്കെ, പിന്നെ ഒരു സംഗതി, അത് പ്രധാനമായിട്ടും ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ വൈദ്യുത കണക്ഷനും അതിന്റെ നിബന്ധനകളും. ഇതിനകത്ത് ഞാൻ വീട്ടിലെയും ജോലി സ്ഥലത്തെയും പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വീട്ടിൽ നോർമലി നിങ്ങൾക്ക് ഒരു KSEBയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് സംസ്ഥാനമാണോ അവിടുത്തെ ഡിസ്കോമിന്റെ ഒരു കണക്ഷൻ തന്നിട്ടുണ്ടാവും. അത് വീട്ടിലെ ഗാർഹിക യൂസേജിന് തന്നിട്ടുണ്ടാകുമ്പോൾ അതിനകത്ത് കുറെ ലിമിറ്റേഷനും നിബന്ധനകളും ഒക്കെ കാണും. അതിന്റെ അകത്ത് നിന്നുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അടുത്തിടയ്ക്ക് പറഞ്ഞു കേട്ടതാണ്, എനിക്ക് കൃത്യമായി അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല, എങ്കിലും ഈ പറഞ്ഞ പോലെ 7.2 കിലോ വാട്ടിന്റെ EVSC അല്ലെങ്കിൽ 7.2 കിലോ വാട്ടിന്റെ ലോഡ് എന്നാണ് പറഞ്ഞിട്ട് 7.2 കിലോ വാട്ടിന്റെ EV ചാർജേഴ്സ് സിംഗിൾ ഫേസിൽ ഉപയോഗിക്കാൻ ഒക്കില്ല എന്ന് പറയുന്നുണ്ട്. 7.2 കിലോ വാട്ടിന്റെ EVSC അല്ലെങ്കിൽ ഓൺബോർഡ് ചാർജർ അല്ലെങ്കിൽ 32 ആംപിയറിന്റെ EVSC എന്നൊക്കെ പറയുന്നത് ഇന്റർനാഷണലി സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ഇവിടെ മാത്രം എങ്ങനെ
ത്രീ ഫേസിൽ ആക്കാൻ ഒക്കും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഓക്കെ, എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. അത് കൂടാതെ 5 കിലോ വാട്ടിന് മുകളിൽ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ, ഈ സിംഗിൾ ഫേസിന്റെയും ത്രീ ഫേസിന്റെയും പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും 5 കിലോ വാട്ടിന് മുകളിൽ പവർ ഉള്ള ഒരു എക്യുപ്മെന്റ് പവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ത്രീ ഫേസ് എടുക്കേണ്ട ആവശ്യം വരും. നിങ്ങളൊരു വാഹനം വാങ്ങിക്കാൻ പോകുമ്പോൾ അതിന്റെ കൂടെ 7.2 കിലോ വാട്ട് ചാർജർ കിട്ടുന്നു, അല്ലെങ്കിൽ EVSC കിട്ടുന്നു എന്ന് എല്ലാവരും പറയുമ്പോൾ അത് കേട്ട് അത്രയും രൂപയും കൂടെ ലാഭിച്ചു, അല്ലെങ്കിൽ അത്രയും ഒരു സാധനവും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് മാത്രം പറഞ്ഞ് അത് വാങ്ങിച്ചുകൊണ്ട് വരുന്നവരായിരിക്കും മിക്കവരും. സോ ഫ്രീ ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിലും അത് ചിലപ്പോൾ ടോപ്പ് എൻഡ് മോഡലിന് മാത്രമേ കാണത്തുള്ളൂ. സോ അങ്ങനെയൊക്കെയുള്ള സമയത്ത് അത് കൊണ്ടുവന്നാൽ നിങ്ങളുടെ വീട്ടിൽ വെക്കാൻ ഒക്കുമോ? നിങ്ങളുടെ അവിടെ വെക്കാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ത്രീ ഫേസ് കണക്ഷൻ ഉണ്ടോ ഇല്ലയോ, അതിന് എന്തൊക്കെ പ്രീ റിക്വയർമെന്റ്സ് വേണം, എത്ര ഗേജിന്റെ സർവീസ് വയർ വേണം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഏത് EVSC വേണമെന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഉപയോഗത്തിനോടൊപ്പം തന്നെ വീട്ടിലെ സിറ്റുവേഷൻസും കൂടെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കൂടാതെ ഇപ്പൊ നിങ്ങൾ കൂടുതലും ഇപ്പൊ എനിക്ക് വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, അതുകൊണ്ട് ഞാൻ പറയുന്നു എന്നുള്ളത്, അതുകൊണ്ട് റിയൽ ലൈഫിൽ അറിയാവുന്നതുകൊണ്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളിപ്പോ ഒരു ഫ്ലാറ്റിലോ നിങ്ങൾ താമസിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാനെല്ലാം ഉള്ള സംവിധാനം കാണും. പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ആ ഏരിയയിലായിരിക്കും ചിലപ്പോൾ വീക്ക് ഡേയ്സിലെല്ലാം ഉള്ളത്. അത് അവിടെ താമസിച്ചിട്ട് വീക്കെൻഡ്സിലായിരിക്കും നിങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ എസ്പെഷ്യലി ഫ്ലാറ്റിലൊക്കെയാണ് നിങ്ങൾ റെന്റിന് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ചാർജിങ് സെറ്റപ്പ് ഒരുക്കുക എന്ന് പറയുന്നത്, ഓണേഴ്സ് ആണെങ്കിൽ തന്നെ കുറെ ഡിഫിക്കൽറ്റീസ് സംഗതി ഉണ്ട്, അസോസിയേഷനെ ഇൻഫോം ചെയ്തൊക്കെ ചെയ്യുക. അതിനെന്താണ് സൊല്യൂഷൻ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ബട്ട് സ്റ്റിൽ അതിന് കുറച്ച് പ്രയാസങ്ങളുണ്ട്. ഇനി റെന്റിനാണെന്നുണ്ടെങ്കിൽ അതിലും പ്രയാസമായിരിക്കും. ഓണറിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അതേപോലെ തന്നെ അസോസിയേഷനിലൊക്കെ ചെയ്യുന്ന അതിന് വയറിങ് എടുക്കുക എന്നൊക്കെ പറയുന്നത്, അതും ഒരു 10-12 പേർക്കൊക്കെ വെക്കുമായിരിക്കും. പക്ഷെ അതിൽ കൂടുതലൊക്കെ ആളുകളായി കഴിയുമ്പോൾ അതും എങ്ങനെയാകും ചെയ്യാനൊക്കെ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. സോ ബേസിക്കലി നമ്മളൊരു 8 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം, ഇപ്പൊ ജോലി സ്ഥലം പോലുള്ള സ്ഥലത്ത് അവിടെയൊക്കെ പാർക്കിംഗ് ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ അങ്ങനെയുള്ള പാർക്കിംഗ് ഉള്ള ഏരിയാസിൽ സ്ലോ ചാർജിങ് പോയിന്റ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ചാർജ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. സോ അവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തുമാത്രം പവറിന്റെ ആക്സബിലിറ്റി ഉണ്ട്, അവിടെ 32 ആംപിയർ വെച്ച് ചാർജ് ചെയ്യാൻ ഒക്കും, അതല്ലെങ്കിൽ 16 ആംസിന്റെ പവർ അവിടെ അവൈലബിൾ ഉള്ളൂ, ഇതുപോലുള്ള കാര്യങ്ങളും ഒക്കെ കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ബേസിക്കലി ഇത്രയുമേ ഉള്ളൂ. നിങ്ങൾ എന്താണ് വാങ്ങിക്കാൻ പോകുന്നത്, എന്താണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു അറിവ് വേണം. ഈ സെയിൽസ് നിൽക്കുന്നവർ ഇതിനെക്കുറിച്ചൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട്, ഇത് ഞാൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാൻ കാര്യം, എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ വണ്ടി വാങ്ങിക്കാൻ പോയി അവിടെ ചെന്ന് ഇതെല്ലാം ബുക്ക് ചെയ്തെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഈ 32 ആംപിയറിന്റെ വെക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ ത്രീ ഫേസ് വേണോ എന്നുള്ള കാര്യം. കാരണം 32 ആംപിയറിന്റെ EVSC വെച്ചിട്ട് അതൊരു 7.2 കിലോ വാട്ടിന്റെ EV കണക്ട് ചെയ്ത് ചാർജ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെങ്കിലും ഏതാണ്ട് 7 കിലോ വാട്ടിനടുത്ത് പവർ എടുക്കും. അപ്പോൾ 5 കിലോ വാട്ടിന് മുകളിലുള്ള പവറുള്ള വീടുകളിൽ ഇത് വേണം, മീൻസ് ത്രീ ഫേസ് വേണം എന്നുള്ളത് നേരത്തെ ഉള്ള റൂളാണ്. സോ അതുകൊണ്ട് ഇപ്പോൾ അതിനകത്ത് വേറെയും ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ എങ്കിലും ആ ഒരു റൂൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റൂളായിട്ട് നിൽപ്പുണ്ട്. അതിന്റെ കൂടെ ഈ കാര്യം അറിയാതെ ഒരാൾ വാങ്ങിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം അത് 16 ആംപിയറിലോ 13 ആംപിയറിലോ ഇട്ട് യൂസ് ചെയ്യാനേ ഒക്കത്തുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ വാങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് കൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതേപോലെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ബേസിക്കലി നിങ്ങൾക്ക് ഈ എഫേർട്ട് അല്ല, മീൻസ് ഈ പറയുന്ന ഇതിന് ചാർജ് ചെയ്യാൻ വേണ്ടി വരുന്ന നിങ്ങൾ എത്ര കുറച്ചെടുക്കുന്നോ അത്രയും നിങ്ങൾ മൊത്തം ചാർജിങ് കമ്മ്യൂണിറ്റിയോട് ചെയ്യുന്ന, അല്ലെങ്കിൽ LST കമ്മ്യൂണിറ്റിയോട് ചെയ്യുന്ന ഒരു ഗുണമായിരിക്കും. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റ് ചാർജ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എപ്പോഴും കുറഞ്ഞ് ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ള ലൈൻ വോൾട്ടേജ് പ്രോപ്പറായിട്ട് നിർത്താനും എല്ലാം നല്ലത്. ഇതുപോലെ ഒരു 10 പേര് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റിയോളം തന്നെ അതിന് പോകും. സോ ഇതൊക്കെ ആലോചിച്ച് നോക്കുക. അതേപോലെ തന്നെ സിംഗിൾ ഫേസിലാണ് ഇതെല്ലാം ലോഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് അത് ലോഡിന്റെ ബാലൻസിങ്ങിനെ, മീൻസ് ട്രാൻസ്ഫോമറിന്റെ ബാലൻസിങ്ങിനെയൊക്കെ ബാധിക്കും, ഡിസ്ട്രിബ്യൂഷന്റെ ബാലൻസിങ്ങിനെയൊക്കെ ബാധിക്കുന്ന സംഗതിയാണ്. പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു. സോ ഇങ്ങനെ വരുമ്പോൾ നമ്മളത് വളരെ സെൻസിബിൾ ആയിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. ഇത് കൂടാതെ ഒരു കാര്യവും കൂടെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നു. പലർക്കും ഈ വാങ്ങാൻ പോകുന്ന പലർക്കും ഉള്ളൊരു ഡൗട്ട്, ഇപ്പൊ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞതും കൂടെ വെച്ചിട്ട് പലർക്കും വരാൻ ചാൻസ് ഉള്ളൊരു സംശയമാണ്, EVSC ത്രീ ഫേസ് ആണോ സിംഗിൾ ഫേസ് ആണോ എന്നുള്ളത്. സാധാരണഗതി ഞാൻ നേരത്തെ ഇതിന്റെ സിഗ്നലിങ്ങിന്റെ കുറച്ച് പ്രോട്ടോക്കോളും സംഗതികളും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ കൂടുതൽ ആൾക്കാർക്ക് സെർച്ച് ചെയ്താലും മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ബേസിക്കലി 3.3 കിലോ വാട്ട് എന്ന് പറഞ്ഞ് വിൽക്കുന്ന 13 ആംപിയർ 16 ആംപിയറിന്റെ EVSCകളും, അതല്ലെങ്കിൽ 7.2 കിലോ വാട്ട് 7.6 കിലോ വാട്ട് എന്ന് പറഞ്ഞ് വിൽക്കുന്ന 32 ആംപിയറിന്റെ EVSCകളും സിംഗിൾ ഫേസ് ആണ്. ബേസിക്കലി സിംഗിൾ ഫേസിലാണ് ഇപ്പോൾ അവൈലബിൾ ആയത്. ഇനി ഭാവിയിൽ അതിന്റെ ത്രീ ഫേസ് അവൈലബിൾ ആയി തുടങ്ങുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ വിൽക്കുന്നത് അങ്ങനെ തന്നെയാണ്.
ഇന്റർനാഷണലിയും അങ്ങനെയാണെന്നാണ് എൻ്റെ അറിവ്. സോ അത് സിംഗിൾ ഫേസിലാണ് എഫക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നത്. പക്ഷെ സിംഗിൾ ഫേസിൽ അത് വർക്ക് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ KSEBയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ട് വേണം അത് വർക്ക് ചെയ്യിക്കാൻ, അങ്ങനെ ഉണ്ടെങ്കിൽ. സോ അത് എങ്ങനെയൊക്കെയാണ് ഓരോ സമയത്തും മാറി മാറി വരുന്ന റൂൾസും എല്ലാം കാണും. അതും കൂടെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം സിംഗിൾ ഫേസ് ആണ് എന്നതുകൊണ്ട് വീട്ടിലെ സിംഗിൾ ഫേസ് കണക്ഷൻ ആണ് എടുത്ത് കണക്ട് ചെയ്യുക, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ടെക്നിക്കലി ഈ സാധനം വർക്ക് ചെയ്യുന്നത്, ഇതിനകത്തേക്ക് പോകുന്നത് ഒരു ഫേസ് ലൈൻ മാത്രമേ ഉള്ളൂ എന്നതാണ് ഉദ്ദേശിച്ചത്. ഇനി 3 ഫേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ 13 ആംബിയറിന്റെ തന്നെ 3 ലൈനിലും 13 ആംബിയർ അല്ലെങ്കിൽ 3 ഫേസിലും 13 ആംബിയർ എടുക്കുന്ന ടൈപ്പ് 10 EVSCകളുണ്ട്. 3 ഫേസിന്റെ 13 ആംബിയർ ഉണ്ട്, 16 ആംബിയർ ഉണ്ട്, അല്ലെങ്കിൽ 32 ആംബിയർ ഒക്കെ ഉണ്ട്. അത് ഈ 10 കിലോ വാട്ട് അല്ലെങ്കിൽ 15 കിലോ വാട്ട് 20-22 കിലോ വാട്ട് ഒക്കെ ഉള്ള EVSC എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട്. അതിനെ ബേസിക്കലി നിങ്ങൾ ഈ 22 കിലോ വാട്ടിന്റെ EVSC, അതായത് 32 ആംബിയറിന്റെ 3 ഫേസ് EVSC വെച്ചാൽ പോലും നിങ്ങൾ കുത്തുന്ന വാഹനത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് എത്ര ഫേസിലാണ്, ഏത് ഫേസിലാണ് പവർ എടുക്കുന്നത് എന്നുള്ളത്. ബേസിക്കലി നിങ്ങളുടെ EVSCയെ കാട്ടിയും നിങ്ങളുടെ കണക്ട് ചെയ്യുന്ന വാഹനം ഏതാണോ അതാണ് എത്ര ഫേസിൽ വർക്ക് ചെയ്യണം എന്ന് ആക്ച്വലി തീരുമാനിക്കുന്നത്. നിങ്ങൾ ഈ 3 ഫേസിന്റെ EVSC എടുത്ത്, ഇത് പലർക്കും അറിയത്തില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക്കലി ആഡ് ചെയ്യുന്നത്. നിങ്ങൾ EVSC 22 കിലോ വാട്ടിന്റെ 3 ഫേസ് ഒരു EVSC വാങ്ങി വെച്ചാലും അതുകൊണ്ട് കണക്ട് ചെയ്യുന്നത് 7.2 കിലോ വാട്ട് സിംഗിൾ ഫേസ് ഓൺബോർഡ് ചാർജർ ഉള്ള ഒരു വണ്ടിയിലാണെങ്കിൽ അത് 7.2 കിലോ വാട്ട് മാത്രമേ എടുക്കൂ എന്നുള്ളത് മാത്രമല്ല, ആ 7.2 കിലോ വാട്ടും ഒരു ഫേസിൽ കൂടെ ആയിരിക്കും എടുക്കുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് പലർക്കും അറിയത്തില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇതും കൂടി ഇതിനകത്ത് ചേർക്കാമെന്ന് വിചാരിച്ചത്. കാര്യം നിങ്ങളുടെ CCS2 പോർട്ട് നോക്കിയാൽ മതി. വാഹനത്തിന്റെ CCS2 പോർട്ട് നോക്കി കഴിഞ്ഞാൽ കൂടുതലും സിംഗിൾ ഫേസ്, ചിലതിനകത്ത് ഡമ്മി പിൻസ് കാണും, എങ്കിലും കൂടുതലും സിംഗിൾ ഫേസ് ചാർജേഴ്സ് ഉള്ള EVSCകളിലെല്ലാം 3 ലൈനും ഒരു ന്യൂട്രലും വരേണ്ടടുത്ത് 1 ലൈനും 1 ന്യൂട്രലും പിന്ന് തന്നെ കാണത്തുള്ളൂ. സോ 3 ഫേസിന്റെ EVSC കൊണ്ടുവന്ന് കണക്ട് ചെയ്താലും അവിടെ കറണ്ട് എടുക്കാനായിട്ട് പിന്ന് പോലും ഇല്ല. സോ അതിനാൽ സിംഗിൾ ഫേസ് ഓൺബോർഡ് ചാർജേഴ്സ് ഉള്ളതിനകത്ത് 3 ഫേസ് EVSC വെച്ചതുകൊണ്ട് ബാലൻസിങ്ങിന്റെ ബെനിഫിറ്റോ അങ്ങനെയൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ 3 ഫേസ് വാഹനങ്ങളുടെ കാര്യം, 3 ഫേസ് ഓൺബോർഡ് ചാർജർ ഉള്ള വാഹനങ്ങൾ, 22 കിലോ വാട്ടിന്റെ ഒക്കെ ഓൺബോർഡ് ചാർജർ ഉള്ള 3 ഫേസ് ഓൺബോർഡ് ചാർജർ ഉള്ള വാഹനങ്ങൾ സിംഗിൾ ഫേസ് EVSC കൊണ്ടുവന്ന് കുത്തിയാൽ അവിടെയും സിംഗിൾ ഫേസ് മാത്രമേ കണക്ഷൻ എടുക്കുള്ളൂ. അതായത് ഇപ്പൊ 32 ആംബിയറിന്റെ അല്ലെങ്കിൽ 7.2 കിലോ വാട്ടിന്റെ ഒരു EVSCക്കകത്ത് 22 കിലോ വാട്ടിന്റെ ഒരു വാഹനം കൊണ്ടുവന്ന് കുത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഓൺബോർഡ് ചാർജർ 3 ഫേസ് ആണെന്നുണ്ടെങ്കിലും സിംഗിൾ ഫേസ് പവർ എടുത്ത് മാത്രമേ അത് ചാർജ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ ചാർജ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ഇൻ കേസ് അത് ചാർജ് ചെയ്യുകയാണെങ്കിൽ അത് സിംഗിൾ ഫേസ് മാത്രമേ ചാർജ് ആകത്തുള്ളൂ. ഓക്കെ, ഇനിയും ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. EV റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ എന്ത് ഡൗട്ടും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.